സോ ഇവിടെ നേരത്തെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ എസ് ഈക്വൽ ടു എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ക്യൂ പ്ലസ് എക്സെട്ര എന്നായിരുന്നു. എസ് മൈനസ് എ എസ് ഈക്വൽ ടു എന്താ വരിക, ഐ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര മൈനസ് എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. സോ കട്ട് ചെയ്ത് കളയേണ്ടത് ക്യാൻസൽ ചെയ്ത് കളയാം. ആര് മാത്രം ബാക്കി വരും, ഐ വരും അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഐ മൈനസ് എ ഇൻറ്റു എസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എസ് ഇൻറ്റു ഐ മൈനസ് എ എന്ന് കിട്ടി അല്ലേ. ദാറ്റ് മീൻസ് ഐ മൈനസ് എ ഈസ് ഇൻവേർട്ടിബിൾ അല്ലേ. ആൻഡ് ഐ മൈനസ് എ ഇൻവേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to infinity എ പവർ ഐ എന്ന് വെച്ചാൽ 1 i പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര എക്സെട്ര അല്ലേ. ദാറ്റ് മീൻസ് നോം ഓഫ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് വരും, ഓട്ടോമാറ്റിക്കലി സമ്മേഷൻ ഐ ഈക്വൽ 0 to infinity നോം എ പവർ ഐ ആയി മാറും. ദാറ്റ് മീൻസ് എന്താ, നമ്മുടെ സീരീസിൽ അറിയാമല്ലോ നമുക്ക്, അതായത് സമ്മേഷൻ ആർ പവർ എൻ എടുക്കുകയാണെങ്കിൽ അത് കൺവേർജസ് ടു എവിടെ കൺവേർട്ട് ചെയ്യുക, ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ 1/1 - ആറിലോട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അത് പ്രകാരം ആകുമ്പോൾ ഇവിടെ എന്ത് പോവും, എവിടെ കൺവേർട്ട് ചെയ്യും, 1/1 - നോമയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത് എന്താ പറയുന്നത്, ലെറ്റ് എ ബി ആൻ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ആൻഡ് ലെറ്റ് ബി ആൻഡ് സച്ച് ദാറ്റ് നോം ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ 1/നോം എ ഇൻവേഴ്സ് ദെൻ ബി ഈസ് ആൾസോ ഇൻവേർട്ടിബിൾ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കണമെന്ന് നേരെ ശ്രദ്ധിക്കുക. എ ഒരു ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എ എന്ന് പറഞ്ഞ പോയിന്റിന് ചുറ്റും 1/നോം എ ഇൻവേഴ്സ് റേഡിയസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് അല്ലേ. ആ എ എന്ന് പറഞ്ഞ പോയിന്റിന് ചുറ്റും നമ്മളെന്താ 1/നോം എ ഇൻവേഴ്സ് റേഡിയസ് അല്ലെ, 1/നോം എ ഇൻവേഴ്സ് റേഡിയസിനകത്ത് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഏത് ബി എടുത്താലും അതെന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻവേർട്ടിബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമുക്ക് സാധാരണ രീതിയിൽ സെറ്റ് ഓപ്പൺ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഏത് പോയിൻ്റ് എടുത്താലും ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ ആ സെറ്റിനകത്തുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിന്റിനുള്ള നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവണം അല്ലേ. ദെയർ എക്സിസ്റ്റ് സം നെയ്ബർഹുഡ് സച്ച് ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് ഇറ്റ് സെൽഫ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ഏത് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടിബിൾ ആയിട്ട് കളക്ഷൻ ആൾക്കാരിലെ ഒരു മെമ്പറാണ് എ എന്ന് പറയണത് അല്ലേ. എക്ക് ചുറ്റുമുള്ള 1/നോം എ ഇൻവേഴ്സ് റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പൺ ബോളിനകത്ത് വരുന്ന എല്ലാ ബിയും വീണ്ടും എന്തുതന്നെയായി, ഇൻവേർട്ടിബിളായി അല്ലേ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ കളക്ഷനകത്തുള്ള എല്ലാ ആൾക്കാരും വീണ്ടും നമ്മുടെ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ സെറ്റിനകത്ത് ഉണ്ടെന്നല്ലേ അർത്ഥം അല്ലേ. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ അല്ലാത്ത ഓപ്പറേറ്റേഴ്സ് എന്ത് ഫോം ചെയ്യും, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതൊരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ശരി, നമുക്കിനി ഇത് പ്രൂവ് ചെയ്യാം. ഈ ബീനെ എങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതി കൂടെ. എന്നുവെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ആയി പോവും, എ മൈനസ് ബി കട്ട് ചെയ്ത് ബി ആയി മാറും അല്ലേ. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് എഴുതാം, നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി എന്താണെന്ന് അറിയാം, ഈക്വൽ ടു നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു നോം ഓഫ് എ മൈനസ് ബി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വിച്ച് ഈസ് ലെസ് ദാൻ. കാരണം എന്താ, നമുക്കെന്താ അറിയാം, നോം ഓഫ് എ ഇൻവേഴ്സ് ബി ലെസ് ദാൻ 1/നോം എ ഇൻവേഴ്സ് ആണെന്ന് അറിയാം അല്ലേ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ആൻ ഇൻവേർട്ടിബിൾ, ഈസ് ഇൻവേർട്ടിബിൾ ബൈ എന്താ, നമ്മുടെ പ്രകാരം നമ്മുടെ എ ഇൻവേർട്ടിബിൾ നമുക്ക് ആൾറെഡി അറിയാം, ഐ മൈനസ് എ ഇൻവേഴ്സ് എ മൈനസ് ബി ഇൻവേർട്ടിബിൾ ആയി എന്ത്, നമ്മുടെ 2 പ്രകാരം ഇത് രണ്ടാൾക്കാർ ഇൻവേർട്ടിബിൾ ആയി കഴിഞ്ഞാൽ, ഈ രണ്ടാൾക്കാർ ഇൻവേർട്ടിബിൾ ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതാരാ, ബി ആണ്. ഇറ്റ് ഈസ് ബി ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ ഈ തിയറം 3യുടെ ഇതിൻ്റെ 4.7 3യുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ ഒരു ഓപ്പൺ സെറ്റാണെന്നുള്ളതാണ് ഇവിടെ വരുന്നത്, നമ്മൾ പല സ്ഥലത്തും യൂസ് ചെയ്യും. അടുത്ത പറയാൻ പോകുന്നത് എന്താ, ദ ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം. ഓക്കെ, എന്താ പറയുന്നത്, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ബനാക് സ്പേസസ് ആൻഡ് ലെറ്റ് എ ഫ്രം എക്സ് ടു വൈ ബി എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ വിച്ച് ഈസ് 1 1 ആൻഡ് ഓൺ 2 ദെൻ ഫോർമലി ഡിഫൈൻഡ് ഇൻവേഴ്സ് ഓപ്പറേറ്റർ എ ഇൻവേഴ്സ് ഫ്രം വൈ ടു എക്സ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, അതായത് എ ഒരു ബനാക് സ്പേസിൽ നിന്ന് വേറെ ബനാക് സ്പേസിലോട്ടാണെങ്കിൽ അത് 1 1 ഓൺ 2 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഇൻവേഴ്സിനെ കുറിച്ച് ഇത്രയും കാര്യമായി പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുമായി കണക്ട് ചെയ്തിട്ടാണ് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ വരാൻ പോകുന്നത്. എന്താണെന്ന് നോക്കുക.
let from x to x be a bounded operator. A complex number lambda element of C is called a regular point of A if and only if the inverse operator A minus lambda I inverse from x to x exists and is a bounded operator. ഓക്കെ, എപ്പോഴാണ് ലാംഡ എന്ന് പറഞ്ഞാൽ റെഗുലർ പോയിൻ്റാന്ന് പറയുക? ലാംഡ റെഗുലർ പോയിൻ്റാന്ന് പറയണമെങ്കിൽ എ മൈനസ് ലാംഡ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിന് എക്സിലോട്ട് മാപ്പ് ആയിരിക്കണം, അത് ബൗണ്ടഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സുകളുടെ ലാംഡകളെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോയിൻ്റ്. അപ്പോൾ ലാംഡ റെഗുലർ പോയിൻ്റ് അല്ലാത്ത സിറ്റുവേഷൻ ആരാ? എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ അല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ. അങ്ങനത്തെ ലാംഡകളെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം പോയിൻ്റ്. അങ്ങനത്തെ ലാംഡകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെക്ട്രം ഓഫ് എ. ഓക്കെ, അപ്പോൾ സ്പെക്ട്രം ഓഫ് എ എന്താണെന്ന് മനസ്സിലാക്കുക. സെറ്റ് ഓഫ് ഓൾ ലാംഡ സച്ച് ദാറ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. എ മൈനസ് ലാംഡ ഐകൾ ഇൻവേർട്ടിബിൾ അല്ലാത്ത ലാംഡകളുടെ കളക്ഷനാണ് എന്തായി മാറാൻ പോകുന്നത്? നമ്മുടെ സ്പെക്ട്രം ഓഫ് എ ആയിട്ട് മാറുന്നത്. സ്പെക്ട്രം ഓഫ് എ എന്ന് പറഞ്ഞപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ അല്ല, ലാംഡകളുടെ കളക്ഷനാണ്. ഈ ലാംഡകൾ കോംപ്ലക്സ് നമ്പേഴ്സാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ലാംഡ ഓഫ് എ സബ്സെറ്റ് ഓഫ് സി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. 4.7 സിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ ഒരു എന്താണെന്ന് പറഞ്ഞിരുന്നു? ഒരു ക്ലോസ്ഡ്, ഒരു ഓപ്പൺ സെറ്റാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് ആയിട്ടുള്ള ഇൻവേർട്ടിബിൾ ആയ ആൾക്കാരുടെ കളക്ഷൻ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി അതും ഒരു ഓപ്പൺ സെറ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എ മൈനസ് ലാംഡ ഐ ഹോൾ ഇൻവേഴ്സ് ഇൻവേർട്ടിബിൾ അല്ലാത്ത ആൾക്കാരുടെ കളക്ഷൻ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഒരു ക്ലോസ്ഡ് സെറ്റായി മാറും. ഓക്കെ, ദാറ്റ് ഈസ് സ്പെക്ട്രം ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഒരു ക്ലോസ്ഡ് സെറ്റായിരിക്കും. ഇനി പ്രപ്പോസിഷൻ 5.01 സെറ്റ് ഓഫ് ഓൾ ലാംഡ എലമെൻറ്റ് ഓഫ് സി സെറ്റ് ദാറ്റ് മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ നോം എ ഈസ് റെഗുലർ പോയിൻ്റ് ഓഫ് ദ ഓപ്പറേറ്റർ എ. എന്താ അവിടെ പറയണത് ശ്രദ്ധിക്കുക. ഇത് പ്രകാരം തന്നെ വേണമെങ്കിൽ ഇത് പ്രകാരം ഇവിടുത്തെ പോയിന്റ് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് തൊട്ടുമ്പത്തെ കാര്യം പറയാം. ഓക്കെ, മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ നോം എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ഐ മൈനസ് 1 ലാംഡ ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ 1 ലാംഡ എ ലെസ് ദാൻ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ 4.7 കാര്യപ്രകാരം എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് ഏത് സമയത്താണ് എന്താ നോം എയുടെ വാല്യൂ ലെസ് ദാൻ 1 വന്നു കഴിഞ്ഞാൽ വൈ മൈനസ് എ ഇൻവേർട്ടിബിൾ ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്താ ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത് പ്രകാരം ഇവിടെ എ മൈനസ് ലാംഡ ഐ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഇൻവേർട്ടിബിളായിട്ട് മാറും അല്ലേ? എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിളായി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ നോം എ ആണെങ്കിൽ എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആവും. അപ്പോൾ തിരിച്ച് നോക്കിയായിരിക്കെ മോഡ് ലാംഡയുടെ വാല്യൂ ലെസ് ദാനോട് ഈക്വൽ എപ്പോഴും എന്ത് വരും? അപ്പോൾ നോം എ വന്നാൽ എന്തുണ്ടാവുള്ളൂ? ഓട്ടോമാറ്റിക്കലി ഇൻവേർട്ടിബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് സ്പെക്ട്രത്തിലെ ലാംഡകളുടെ വാല്യൂ ഏതിൻ്റെ റേഞ്ചിനകത്ത് നിൽക്കും? നോം എയുടെ അകത്ത് നിൽക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നിന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ സ്പെക്ട്രത്തിലുള്ള ആൾക്കാരിനെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദ പോയിന്റ് സ്പെക്ട്രം ലാംഡ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ഐഗൻ വാല്യൂസ് ഓഫ് ദ ഓപ്പറേറ്റർ എ സറ്റ് ഈസ് ലാംഡ എലമെന്റ് ഓഫ് സിഗ്മ ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സ് എലമെന്റ് ഓഫ് എക്സ് മൈനസ് സിംഗിൾട്ടൺ 0 ആൻഡ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. നമ്മളൊരു ഐഗൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആയി വരുന്ന രീതിയിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന നോൺ സീറോ എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എന്താ വിളിക്കുക അതിനെ? ഐഗൺ വെക്ടറാണ് എക്സ് എന്ന് പറയുന്നത്. ആ ലാംഡയെ വിളിക്കുന്ന പേരാണ് ഐഗൺ വാല്യൂ അല്ലേ? അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ വരില്ലേ? ശ്രദ്ധിക്കുക. എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലല്ലേ എടുക്കുക നമ്മൾ അല്ലേ? അങ്ങനെ നോൺ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ മൈനസ് ലാംഡ ഐന് എന്താവാൻ പറ്റില്ല? ഇൻവേർട്ടിബിൾ ആവാൻ പറ്റില്ല. ഇൻവേർട്ടിബിൾ ആവാൻ പറ്റിയെന്നുണ്ടാവുക. ഇൻവേർട്ടിബിൾ ഉണ്ടെങ്കിൽ ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായി പോകും? ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിറ്റി ആയി പോകും. അപ്പോൾ എക്സ് ഈക്വൽ എന്ത് കിട്ടും? 0 കിട്ടും. കോൺട്രഡിക്ഷൻ ആവും. ഓക്കെ, ദാറ്റ് മീൻസ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത്
ഇൻവേർട്ടിബിൾ ആവില്ല എപ്പോൾ ലാംഡ ഐഗൻ വാല്യൂ ആയിട്ട് വരുമ്പോൾ. ഓക്കെ, ഇനി 1 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വേണം. എ മൈനസ് ലാംഡ ഐ 1 1 ആണെങ്കിൽ അല്ലേ. ഇവിടെ എന്താ? എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എ നോൺ സീറോ എക്സ് ഈക്വൽ ടു 0 അല്ലേ. ദാറ്റ് മീൻസ് എ മൈനസ് ലാംഡ ഐ ഈസ് നോട്ട് 1 1. അപ്പോൾ എ മൈനസ് ലാംഡ ഐ നോട്ട് 1 1 ആയി വരുന്ന ലാംഡയും വിളിക്കുന്ന പേരാണെന്ത്? ഐഗൻ വാല്യൂ അല്ലെങ്കിൽ ഐഗൻ, ആ വെക്ടർ എക്സിന് വിളിക്കുന്ന പേരാണ് ഐഗൻ വെക്ടർ. ഓക്കെ, is obviously kernel of a minus lambda I is not equal to 0. That is, dimension of kernel a minus lambda I is called the multiplicity of the eigenvalue lambda. Next we assume that kernel a minus lambda equal to 0. We mean that a minus lambda I from x to x is 1 1 correspondence between x and image a minus lambda I. By theorem 4.7, image a minus lambda I equal to x and therefore exists a bounded inverse operator a minus x inverse such as lambda I is regular. So in our classification spectrum of A, if lambda not element of spectrum P of A, then lambda element of spectrum of A, then image of a minus lambda I not equal to x. അടുത്താരാ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ആൾ ഐഗൺ സ്പെക്ട്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത 5.1 നമുക്ക് അടുത്തതിൽ പറയാം. അപ്പോൾ ഐഗൺ സ്പെക്ട്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്പെക്ട്രം എന്താണെന്ന് പറഞ്ഞു, ഐഗൺ സ്പെക്ട്രം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ.